സഹോദരങ്ങളെ, കത്തോലിക്ക സഭ ജനുവരി 20 വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആയതിനാൽ ഇന്ന് നമുക്ക് വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ച് ചിന്തിക്കാം. ഫ്രാൻസിലെ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നർബോന എന്ന നഗരത്തിൽ കത്തോലിക്ക മാതാപിതാക്കളുടെ പുത്രനായി AD 255 സെബാസ്റ്റ്യൻ ജനിച്ചു. ജനിച്ചത് നർബോനയിലാണെങ്കിലും വളർന്നത് മിലൻ നഗരത്തിലാണ്. സൈനിക സേവനം അക്കാലത്ത് ഉന്നതകുല ജാതർ വിശിഷ്ടമായി കണ്ടിരുന്നു. ആയതിനാൽ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വഴങ്ങി അദ്ദേഹം സൈനിക സേവനത്തിനായി 28-ാമത്തെ വയസ്സിൽ മിലൻ വിട്ട് റോമിൽ എത്തിച്ചേർന്നു. കാരിനസ് രാജാവിന്റെ ഭരണകാലമായിരുന്നു അത്. അക്കാലത്ത് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന ക്രിസ്ത്യൻ ഭടന്മാർ റോമൻ ദേവന്മാരെ ആരാധിക്കണം എന്ന് കാരിനസ് കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു. എതിർത്തവരെ രാജാവ് വധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സെബാസ്റ്റ്യൻ താൻ ക്രിസ്ത്യാനിയാണെന്ന സത്യം മറച്ചുവെച്ചു. കുറച്ചു കാലം കഴിഞ്ഞ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുമായുള്ള യുദ്ധത്തിൽ കാരിനസ് വധിക്കപ്പെട്ടു. ഡയോക്ലീഷ്യനും കാരിസിനെ പോലെ ക്രിസ്തുമത വിരോധിയായിരുന്നു. രാജ്യത്തുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ, വെള്ളപ്പൊക്കം, ഭൂകമ്പം, വരൾച്ച ഇവയുടെ എല്ലാം കാരണം ക്രിസ്ത്യാനികളാണെന്ന് ആരോപിച്ച് ഡയോക്ലീഷ്യൻ ക്രൈസ്തവരെ കൂട്ടത്തോടെ വധിച്ചിരുന്നു. ഈ അവസ്ഥയിൽ സഹപ്രവർത്തകർക്ക് മോചനം നൽകണമെന്നാഗ്രഹിച്ച് സെബാസ്റ്റ്യൻ ആരുമറിയാതെ ക്രിസ്തു വിശ്വാസികളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. AD 288 തന്റെ വിശ്വസ്തനായ സൈനികൻ സെബാസ്റ്റ്യൻ ക്രിസ്തുവിശ്വാസിയാണെന്ന സത്യം ഡയോക്ലീഷ്യൻ മനസ്സിലാക്കി. രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ തടവിലാക്കുകയും ചെയ്തു. സെബാസ്റ്റ്യനോട് ഇഷ്ടം നിലനിർത്തിയിരുന്ന ഡയോക്ലീഷ്യൻ റോമൻ ദേവന്മാരെ ആരാധിച്ചാൽ വെറുതെ വിടാമെന്നും പഴയ സ്ഥാനങ്ങൾ തിരികെ തരാമെന്നും അറിയിച്ചു. എന്നാൽ ആ ദേവന്മാരോട് പ്രാർത്ഥിക്കുന്നത് നിഷ്ഫലമാണെന്ന്, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നും മാത്രമല്ല, ചക്രവർത്തിയോട് ക്രിസ്തുമതം സ്വീകരിക്കുവാനും സെബാസ്റ്റ്യൻ കൽപ്പിച്ചു. ഇതിനാൽ കോപം പൂണ്ട് ചക്രവർത്തി സെബാസ്റ്റ്യനെ മരത്തിൽ കെട്ടിയിട്ട് അമ്പെയ്ത് കൊല്ലുവാൻ കൽപ്പിച്ചു. നിരവധി അമ്പുകളേറ്റ് അബോധാവസ്ഥയിലായ സെബാസ്റ്റ്യൻ മരിച്ചിട്ടുണ്ടാവുമെന്ന് കരുതി അവിടെ ഉപേക്ഷിച്ചു പോയി. എന്നാൽ ആ വഴി വന്ന ഐറിൻ എന്ന സ്ത്രീ തന്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ സെബാസ്റ്റ്യനെ അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി ശുശ്രൂഷിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്തു. ധീരനായ സെബാസ്റ്റ്യൻ വീണ്ടും ചക്രവർത്തിയുടെ മുന്നിലെത്തുകയും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. സെബാസ്റ്റ്യനെ ഗദ കൊണ്ട് അടിച്ചു കൊല്ലാൻ ചക്രവർത്തി കൽപ്പിച്ചു. AD 288 ജനുവരി 20 സെബാസ്റ്റ്യൻ ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിയായി തീർന്നു. ഇന്ന് നമുക്ക് ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസെ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ, തിരുസഭാ സംരക്ഷകനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ യോഗ്യതകളെ പരിഗണിച്ച് ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങേ സഹായം ലഭിക്കുന്നതിനുള്ള കൃപ നൽകണമേ. ആമേൻ.